ശരിയാണ്. റിയാസ്, ഇന്ന് വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്? ഒപ്പം എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾ അടക്കമുള്ള സമഗ്ര ചിത്രത്തിലേക്ക് പോയാൽ. അജിംഷാദ്, പ്രധാനമായും ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം രൂക്ഷമായ പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ നടത്തിയത്. അതായത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന്. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കണ്ണൂരിലെ എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് തിരിച്ചു മറുചോദ്യം ഗവർണർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ എന്ന് പ്രകോപിതരായിക്കൊണ്ട് ഗവർണർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് എന്ന് പറയുമ്പോഴും എന്നാൽ അവരെ കൃത്യമായി ജോലി ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല എന്ന് ഗവർണർ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, താൻ ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ തനിക്ക് സുരക്ഷയൊരുക്കാമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തനിക്ക് പോലീസിൻ്റെ സുരക്ഷ വേണ്ട, കാരണം കേരളത്തിലെ ജനങ്ങൾ തന്നെയും താൻ കേരളത്തിലെ ജനങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ ജനങ്ങളെയൊക്കെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറയുന്നു. ഒപ്പം തനിക്ക് പോലീസിൻ്റെ സുരക്ഷ വേണ്ട എന്നുള്ളതാണ് ഗവർണർ പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല, ഗവർണർ ചോദിക്കുന്ന ഒരു ചോദ്യം, തനിക്ക് പകരം താൻ ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു, താൻ ഇവിടെ കണ്ട ബാനറുകൾ, തനിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിയ ബാനറുകൾ നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ അത് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അത് നേരെ മറിച്ച് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇവരുടെ പ്രതികരണം എന്ന് ചോദിക്കുന്നു. പോലീസിനെ പുകഴ്ത്തുമ്പോഴും പോലീസിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ പോലീസിനെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണം കൂടി ഗവർണർ ഉന്നയിക്കുന്നു. ഗവർണർ അല്പം മുൻപാണ് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ കാടമം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം നേരെ പോയത് കോഴിക്കോട് മാനാഞ്ചിറയിലേക്കാണ്. അതിനു മുൻപ് ഇന്നത്തെ പരിപാടിയുടെ പരിപാടി നടക്കുന്ന സെമിനാർ നടക്കുന്ന ചെയറിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വാമി ചിദാനന്ദപുരി മടങ്ങിയതിന് പിന്നാലെയാണ് ഗവർണറും പുറത്തേക്ക് ഇറങ്ങിയത്. പോലീസും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഈ ക്യാമ്പസിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരെയും കൃത്യമായ രീതിയിൽ പരിശോധിച്ച ശേഷം, അതായത് തിരിച്ചറിയൽ കാർഡുള്ളവരെ മാത്രമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. എന്തായാലും ഗവർണർ വിഷയത്തിൽ SFIക്ക് പുറമെ AISFും ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം അവരുടെ മാർച്ച് ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. ഒരുപക്ഷെ ഗവർണർ പുറത്തുപോയ സാഹചര്യത്തിൽ ഗവർണർ മടങ്ങിയെത്തിയായിരിക്കും അവരുടെ മാർച്ച് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അല്പം മുൻപ് ഇത്തരത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എന്തിനെ കണ്ണൂർ ജില്ലയെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാകുന്നു. ഇന്നതിന് ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നു ഗവർണറുടെ ഭാഗത്തുനിന്ന്. അതായത് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ തെരുവിലിറങ്ങിയുള്ള ഷോ ഓഫ് അടക്കം കാണിക്കുന്നതിലേക്കൊക്കെ ഗവർണർ നീങ്ങുകയാണ്, അത് തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ CPIMൻ്റെയും ഇന്ന് മുഖ്യമന്ത്രിയുടെയും ഒക്കെ പരോക്ഷമായ പിന്തുണ SFIയുടെ പ്രതിഷേധങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് കൂടി നാം ശ്രദ്ധേയമായി കാണുന്നു. കാരണം ഗവർണറുടെ മുമ്പിൽ മുട്ടുമടക്കുന്നൊരു നടപടിയിലേക്ക് പോകില്ല സർക്കാർ എന്ന രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഇൻഡയറക്റ്റായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായി SFIക്ക് അതൊക്കെ ഒരു ഊർജ്ജമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെമിനാറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഗവർണർ തിരുവനന്തപുരത്തേക്ക് രാജ്ഭവനിൽ എത്തുന്നത് വരെയും കനത്ത സുരക്ഷയും പോലീസിന് ഒരുക്കേണ്ടി വരും. വലിയ തലവേദന പോലീസിനും സൃഷ്ടിക്കും. തീർച്ചയായും. എന്തായാലും ഇന്ന് ഈ സെമിനാറിൻ്റെ വേദിയിലേക്ക് പ്രതിഷേധം നടത്തുമെന്നാണ് AISF അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ SFI പ്രവർത്തകരും ഉച്ച കഴിഞ്ഞ് അവരുടേതായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും എന്നൊരു സൂചന കൂടി അവരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് രാത്രിയാണ് ഗവർണർ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ആ വഴി നീളെ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് SFIക്ക് പുറമെ DYFI ഇന്ന് 2000 കേന്ദ്രങ്ങളിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് നേരത്തെ തന്നെ CPIM വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കേണ്ടുന്ന ഒരു ബാധ്യതയിലാണ് പോലീസ് ഉള്ളത്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഉള്ളത്. ആ ഒരു പോലീസിനെ സംബന്ധിച്ച സാഹചര്യമുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരത്തും ഗവർണർക്ക് മറ്റു സുരക്ഷ ഒരുക്കാനുമായി ഇതുവരെ 2000 പോലീസുകാരെയാണ് വിന്യസിച്ചത്. ഗവർണറുടെ മലപ്പുറം ജില്ലയിലെ സുരക്ഷ, ഇവിടെ തെഞ്ഞിപ്പലം കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് നേതൃത്വം നൽകുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ്. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഗവർണർ എന്തായാലും അല്പം മുൻപ് മാനാഞ്ചിറയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. മാനാഞ്ചിറയിൽ നിന്നും ഗവർണർ അല്പസമയത്തിനകം ഒരുപക്ഷെ മടങ്ങിയെത്തിയേക്കാം. അവിടെ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് അത് വ്യക്തമായി പരിശോധിച്ച ശേഷം ഉച്ചയോടുകൂടി ഗവർണർ തിരികെ ഇവിടേക്ക് മടങ്ങിയെത്തും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക്. മാനാഞ്ചിറയിൽ എന്താണ് പരിപാടി? സെമിനാർ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഏത് ഹാളിലാണ്?
സെമിനാർ ഇതിന് തൊട്ടടുത്തുള്ള ശ്രീനാരായണ ചെയറിലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ മീറ്ററുകൾ മാത്രം അകലെയുള്ള ചെയറിലാണ് സെമിനാർ നടക്കുക. അത് 3:30-നാണ് ആ സെമിനാർ. അതിന് മുന്നോടിയായാണ് അദ്ദേഹം മാനാഞ്ചിറയിൽ പോയത്. മാനാഞ്ചിറ സന്ദർശിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് അതിനുള്ളത് എന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും തന്നെ നിരായുധനാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തളർത്താൻ പറ്റില്ല എന്നൊരു സന്ദേശം കൂടി നൽകുക എന്നൊരു ഉദ്ദേശം ഈ ഒരു സന്ദർശനത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടി വരിക. കാരണം ഗവർണർ ഇത്തരം നിരവധിയായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ കേവലം ഗസ്റ്റ് ഹൗസിൽ ഒതുങ്ങി നിൽക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്കിറങ്ങി സഞ്ചരിക്കുന്നു എന്നൊരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗവർണർ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം കണ്ണൂരിനെ വിമർശിച്ച് പറഞ്ഞ ഗവർണർ ഇന്ന് പറഞ്ഞത് കണ്ണൂരിലെ ജനങ്ങൾ തന്നെയും താൻ കണ്ണൂരിലെ ജനങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, തനിക്ക് പ്രിയപ്പെട്ട ഇടമാണ്, ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ തന്നെയും തിരിച്ച് താനും കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് സുരക്ഷയുടെ ആവശ്യമില്ല, പോലീസ് സുരക്ഷയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു. പോലീസിനെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ മാനാഞ്ചിറയിലേക്ക് പോയിരിക്കുന്നത്. അജിംഷാദ്. റിയാസാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഗവർണറുടെ സെമിനാറിൽ രൂക്ഷമായ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ